ആ മുരളിയേട്ടാ എത്ര നേരം നിങ്ങളെ കാത്തിക്കണേ. ഇന്ന് ഞായറാഴ്ച അല്ലേ ഷിപ്പോ, ഇത്തിരി ബിസി ആയി പോയി. അല്ല നമുക്ക് 500 മേടിക്കല്ലേ? ഇപ്പം 11 മണി ആയിട്ടുള്ള മുരളിയേട്ടാ. ഇപ്പൊ അടിച്ച് പോരേക്കാട് വന്ന എന്റെ പെണ്ണുങ്ങളൊരു പച്ച വെള്ളം തരില്ലേ. നമുക്ക് വൈകുന്നേരം നോക്കാം. അപ്പൊ ഈ ഒന്ന് വൈകുന്നേരം അടിച്ചിട്ടാണല്ലോ പോരെ പോണേ. പെണ്ണുങ്ങൾ പ്രശ്നം ഉണ്ടാക്കൂല. രാത്രി ആകുമ്പോ അവിടെ പോയി പോച്ചാട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ മതി. രാവിലെ ആകുമ്പോ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അതിനൊക്കെ എന്റെ പെണ്ണുങ്ങൾ തന്നെ രാവിലെ ആകുമ്പോ അടുക്കളയിൽ അങ്ങോട്ട് വിളിക്കൂ, 2 പെഗ് സാധനം അങ്ങോട്ട് തരും. അങ്ങനെയാണ് എന്റെ ഒരു ദിവസം തുടങ്ങണത്. അല്ല മുരളിയേട്ടാ, നിനക്ക് എങ്ങനെ അതൊക്കെ സാധിക്കണേ? അതിന് ചില പൊടിക്കൈകളൊക്കെ ഉണ്ടടാ. ഓലെ കൂടെ ഒന്ന് അടുക്കളയിലൊക്കെ ഒന്ന് തിരിഞ്ഞടിച്ച് തേങ്ങ ഇറക്കുമ്പോ ഒന്ന് നുള്ളി തിന്ന് ഓലെ കൂടെ ഒന്ന് നിന്നെടുത്താ മതി. നിങ്ങളെ സമ്മതിച്ച് മുരളിയേട്ടാ, നിങ്ങൾ ആ ടെക്നിക്ക് ഉമ്മക്ക് കൂടി ഒന്ന് പറഞ്ഞു തരിങ്ങൾ. ഇന്ന് ഞായറാഴ്ച ആവുകൊണ്ടേ ഓള് വീട്ടിലുണ്ടായിന്. അത് 2 പെഗ് എന്നുള്ളത് ഇന്നിക്ക് 3 പെഗ്ഗാണ് കിട്ടിയത്. അത് എല്ലാ ഞായറാഴ്ചയും കിട്ടുന്നതാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. അതാണ് ഈ വിളിച്ചപ്പോ ലേശം വരാൻ വൈകിപ്പോയത്. രാവിലെ തന്നെ 3 പെഗ് അടിച്ചിട്ട് ഞങ്ങൾ വരുന്നത്, അതും പെണ്ണുങ്ങളെ കൈകൊണ്ട്. ഭാഗ്യവാൻ ആ ഒരു ടെക്നിക്ക് ഉമ്മക്ക് കൂടി ഒന്ന് പഠിപ്പിച്ചു മുരളിയേട്ടാ. അങ്ങനെയാണെങ്കിലേ ഈ വൈകുന്നേരത്തേക്ക് 500 സാധനം വാങ്ങിക്കോ. ടെക്നിക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം. പെണ്ണ് നന്നായ കുടുംബം നന്നായി എന്നാണ് പൊതുവേ ഉള്ള സംസാരം. എന്നാൽ എന്റെ തിയറി അങ്ങനെയല്ല. കുടുംബത്തിന് വേണ്ടി രാവ് പകല് കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുള്ള ഒരു പുരുഷനാണ് ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പ്.